അപ്പോൾ ഇന്നേ നമുക്ക് പറമ്പിൽ കുറച്ച് മാങ്ങ നിൽപ്പുണ്ട് കേട്ടോ. അതങ്ങനെ പഴുത്ത് തൊടുത്ത് നിൽക്കുവാണ്. അത് നമുക്ക് വീണിട്ടുണ്ടോ എന്ന് നോക്കാം കേട്ടോ. പഴുത്തേ വീണിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവരെയൊക്കെ നമുക്ക് പറക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരുപാട് കുറേയൊക്കെ വീണ് കിടപ്പുണ്ടേ. ഇത് പിന്നെ നമ്മുടെ മൂവാണ്ടൻ മാവില്ലേ, ആ മൂവാണ്ടൻ മാവിൻ്റെ വേറൊരു ടൈപ്പാണ് കേട്ടോ. ഇത് പച്ചയ്ക്ക് കഴിച്ചാൽ നമുക്ക് ഭയങ്കര പുളിയൊക്കെയുള്ള ഒരു മാങ്ങയാണ് കേട്ടോ. ഇത് കുറേയൊക്കെ എടുത്ത് അച്ചാറൊക്കെ ഇട്ടിട്ടുണ്ട്. ബാക്കിയൊക്കെ അതിൽ നിന്ന് പഴുക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ പിറക്കിയെടുക്കുകയാണ്. നല്ല മുഴുത്ത മാങ്ങയാണ്, ചെറുതും ഉണ്ട് ഇടയ്ക്ക് കേട്ടോ. അപ്പോൾ ഡെയിലി ഇതുപോലെ ഒരേ ബക്കറ്റ് വീതം എനിക്ക് കിട്ടാറുണ്ടേ. അപ്പോൾ നമുക്ക് ഈ മാങ്ങയൊക്കെ ഒന്ന് പിറക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ നല്ല പഴുത്ത മാങ്ങയൊക്കെ വെച്ചിട്ട് മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കാൻ നല്ലതാണ് കേട്ടോ. നമുക്ക് ഊണിനോടൊപ്പമൊക്കെ കഴിക്കാൻ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്രാവശ്യം മാവിൽ നിറയെ കായ്ച്ചിട്ടുണ്ട്. ഇങ്ങനെ കാറ്റടിക്കുമ്പോഴും അല്ലാണ്ടപ്പോഴും ഇങ്ങനെ ഇത് വീണുകൊണ്ടേയിരിക്കും പഴുത്ത്. അപ്പോൾ അതൊക്കെ വന്ന് പിറക്കിയെടുക്കാറുണ്ടായിരുന്നു. നമുക്കിതിൽ നിന്നും ഒന്നിനെ എടുത്തിങ്ങനെ പൊളിച്ച് നോക്കാം കേട്ടോ. അങ്ങനെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അങ്ങനെ പൊളിച്ചെടുക്കുവാണ്. തൊലി കളഞ്ഞപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. കണ്ടപ്പോൾ തന്നെ വായിൽ അങ്ങനെ വെള്ളം പതച്ച് പൊങ്ങുന്നു കേട്ടോ. എന്തൊക്കെ തന്നെ ആയാലും നമ്മുടെ നാട്ടിലുള്ള നാട്ടുമാങ്ങയൊക്കെ കഴിക്കുമ്പോൾ, ഇങ്ങനെ പഴുത്തിട്ട് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നമുക്ക് ആസ്വദിച്ച് കഴിക്കാം. ഇങ്ങനെ ചെത്തിയല്ലാത്ത രീതിയിൽ ഇങ്ങനെ തൊലി കളഞ്ഞ് കടിച്ച് കഴിക്കുമ്പോൾ വല്ലാത്തൊരു രസമാണ്. നമ്മുടെ വീട്ടിലുള്ള മാങ്ങ ആകുമ്പോഴത്തേക്ക് വിഷമൊന്നും അടിക്കാത്ത മാങ്ങയാണല്ലോ. അപ്പോൾ പിന്നെ ധൈര്യമായിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നമുക്ക് കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ കഴിച്ചു, പക്ഷേ നിങ്ങളെ കാണിച്ചില്ല കേട്ടോ. ഞാൻ കഴിച്ചു, നിങ്ങളെ കാണിച്ചില്ല. നിങ്ങൾ ചിലപ്പോൾ എന്നെ കളിയാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കാണിക്കാതിരുന്നത്. അപ്പോൾ ഇന്ന് കുറച്ച് മാങ്ങയൊക്കെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് കുട്ടികൾക്ക് ഇങ്ങനെ വെട്ടിക്കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കഴുകിയെടുക്കുന്നത്. മാമ്പഴക്കാലമൊക്കെ ആയാലും നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ പഴുത്ത മാങ്ങയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റോടുകൂടി നമുക്കിങ്ങനെ തൊലി ഉരിച്ചൊക്കെ കടിച്ച് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു രസമാണ്. നമുക്ക് ഈ പഴുത്ത മാങ്ങയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് വയറ് നിറഞ്ഞാലും വീണ്ടും വീണ്ടും ഇങ്ങനെ കഴിക്കാൻ തോന്നും അല്ലേ. അപ്പോൾ വീണ്ടും ഒരു മാങ്ങ കൂടി എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു ഞാൻ. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മാങ്ങ. ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും?